ഈ പഴംപൊരിയിൽ ഇവർ ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട്. ജീരകവും വേറെ എന്തൊക്കെയോ ഒരു നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റിൽ ഈ പഴംപൊരിക്ക് കിട്ടുന്നുണ്ട്. നൈസാണ്. മജീദ് ഖാൻ്റെ ബീഫുണ്ട്. നമ്മളെ വയനാട്ടിലുണ്ട്. നമ്മൾ ബത്തേരിക്കാരായിട്ട് നമ്മൾ പോയിട്ടില്ല ഇത്രയും കാലമായിട്ടും. കോഴിക്കോട്ടു നിന്നും ദുബായിൽ നിന്നും അമേരിക്കയിൽ നിന്ന് വരെ ആൾക്കാർ വന്നിട്ട് നമ്മളെ മജീദ് ഖാൻ്റെ ബോട്ടിയും ബീഫൊക്കെ കഴിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് പോയി നോക്കട്ടെ മജീദ് ഖാൻ്റെ ബോട്ടിയും ബീഫും എങ്ങനെയുണ്ടെന്ന് ഒരു കൈ നോക്കാലോ. നൈസല്ലേ. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ബീഫ് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ അടുത്തുള്ള സാധനങ്ങളുണ്ടോ, നല്ല പഴംപൊരി ഇങ്ങനെ എടുക്കുക. ഞാനിതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഈ സാധനം. അപ്പോൾ നല്ല അടിപൊളി ബീഫാട്ടോ. ഞാൻ ബോട്ടി കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ബോട്ടി റെഡി ആവുന്നേ ഉള്ളൂ. ബീഫ് കഴിച്ച് ഡ്രൈ ഫ്രൈ ബീഫുണ്ട്. ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 മണി കഴിഞ്ഞിട്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അപ്പോൾ ഞാനും എൻ്റെ ഡാഡിയും ഉണ്ട് കേട്ടോ. ഞങ്ങളിന്ന് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകപ്രശസ്ത മജീദ് ഖാസ് ബീഫ് കഴിക്കാൻ പോവാണ്. അവിടെ ബീഫ് മാത്രമല്ല, ബീഫ്, ബോട്ടി, കപ്പ, പൊറോട്ട, എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ബീഫും പഴംപൊരിയും കൂടി ഒരു പിടുത്തം പിടിക്കല്ലോ വെച്ച് നമുക്ക്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബത്തേരിയിൽ നിന്നും വെറും 12 കിലോമീറ്റർ മാത്രം അടുത്തുള്ള മജീദ് ഖാസ് മെസ്സിലേക്കാണ് പോകുന്നത്. അത് ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് ഇത്. നോക്ക്, നമ്മൾ പുൽപ്പള്ളി റോഡിലാണ് പോകുന്നത്. പുൽപ്പള്ളി റോഡിൽ 6-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ബീഫും ബോട്ടിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് ഞാൻ നിങ്ങളോട് അഭിപ്രായം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. വളരെ പ്രശസ്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക പ്രശസ്ത മജീദ് ഖാസ് ബീഫ് ആൻഡ് ബോട്ടി. അപ്പോൾ ഓക്കെ. അപ്പോൾ മുത്തുമണി ഡാഡിയും ഞാനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ സമ്മതിച്ചാൽ ഞാൻ എന്താക്കാം നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്ക്, നല്ല മഴയും നല്ല അടിപൊളി ബീഫും പൊറാട്ടയും കപ്പയൊക്കെ നൈസായിക്കില്ലേ. അപ്പോൾ രാവിലെ തന്നെ വാപ്പച്ചിനെ പൊക്കി. രാവിലെ അല്ല കേട്ടോ, ഇപ്പോൾ കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ 1:11 അപ്പോൾ നമ്മൾ നേരെ പോകുന്നു, ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മൾ ഇതൊക്കെ മാനിനെയൊക്കെ കണ്ടങ്ങനെ പോവാട്ടോ. വാപ്പച്ചി പെട്ടെന്ന് കാണിച്ചു തന്നാണേ. നമ്മൾ ഈ പുൽപ്പള്ളി കാട്ടിക്കൂടെ വേണം കേട്ടോ, ചെതലയം കാട്ടിലൂടെ, ബത്തേരിയിൽ നിന്നും കാട്ടിലൂടെ വേണം നമ്മൾ എങ്ങോട്ട് പോകാൻ. നമ്മളുടെ സ്വന്തം മജീദ് ഖാ വെയിറ്റിംഗ് ആണ്. നമ്മളെ വെയിറ്റിംഗ് ആയിരിക്കുമല്ലേ ചേച്ചി? യെസ്. നോക്ക്, നല്ല അടിപൊളി കാടും മാനും കടുവയും സിംഹത്തിനെയൊക്കെ കണ്ട് അങ്ങനെ പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫൈനലി മജീദ് ഖാൻ്റെ ബീഫ് പീടികയിലെത്തിയിട്ടോ. ഇതിൽ നമ്മളെന്തോരോ പാസ് ചെയ്തിട്ടുണ്ട്, പക്ഷേങ്കിൽ നമ്മൾ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു സംഭവം. നമ്മൾ ഇതിൽ പോകലുണ്ട് എപ്പോഴും. ഫസ്റ്റ് നമ്മളുടെ കപ്പ ഒരു പ്ലേറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഡാഡി ഇരിക്കുന്നുണ്ട്. അപ്പോൾ കപ്പ വന്നിട്ടുണ്ട്. ഇവിടെ ഡ്രൈ ഫ്രൈ ബീഫും ഉണ്ട്, പിന്നെ അല്ലാതെ ഒരു ഗ്രേവി ടൈപ്പ് ബീഫും ഉണ്ട്. അപ്പോൾ 2 ഓരോ പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ് ബോട്ടി ആവുന്നേ ഉള്ളൂ. പിന്നീട് ബോട്ടി നമ്മൾ പറയും. നോക്ക്, നൈസല്ലേ. അപ്പം നല്ല മഴ പുറത്ത്, മജീദ് ഖാൻ്റെ ബീഫും ബോട്ടിയൊക്കെ നൈസായിട്ട് നമുക്ക് നോക്കാം എങ്ങനെ. അപ്പോൾ ഗൈസ്, ഞാൻ പറയട്ടെ. അപ്പോൾ ഗൈസ്, ഇതവിടെ ബീഫ് അടിക്കുന്നുണ്ട്. ഇത് ഡ്രൈ ഫ്രൈ ആയ ഐറ്റം. ഇത് നല്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. ഇപ്പോൾ ഈ സാധനം ചില സമയങ്ങളിൽ വന്നാലേ ഉണ്ടാവുള്ളൂ. നോക്കേ, സംഭവം നൈസല്ലേ. വായിച്ചാൽ എങ്ങനെയുണ്ട് സെറ്റ്. ഞാനിത് നേരെ ഇങ്ങോട്ടെടുത്ത് ഇതും ഇങ്ങോട്ടെടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൈ വിശന്നിട്ട് നല്ല വറക്കണ്ട. ഇത് ഡ്രൈ ഫ്രൈ ആയ ഐറ്റം കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഈ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഡ്രൈ ആവാതെ. എന്താ ഫിഷ് കറിയാ? ഗ്രേവി ഉണ്ട്, ഫിഷിൻ്റെ ഗ്രേവി എന്തേലും. ഇത് വലിയ ഡ്രൈ ആവാത്ത സാധനം കേട്ടോ. അടിപൊളി പോത്തുമുട്ടി. ഓക്കെ, ആണോ? നൈസ് സെറ്റ്. അപ്പം നമുക്ക് എന്താക്കാം, ഇതൊന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ. നൈസ് ആംബിയൻസുമാണ്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ബീഫ് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ അടുത്തുള്ള സാധനങ്ങളുണ്ടോ, നല്ല പഴംപൊരി ഇങ്ങനെ എടുക്കുക. ഞാനിതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഈ സാധനം. കഴിച്ചിട്ടുണ്ടോ വെച്ചാൽ? അവിടെ നിൽക്കുന്ന ഇതൊക്കെ ഇവിടെയുള്ള ടീമാണ് കേട്ടോ. ഇന്നിപ്പോൾ അത്യാവശ്യം തിരക്കുന്നതിന്. നോക്ക്,
ഇങ്ങനെ എടുക്കുക, ഈ പഴംപൊരിയും ബീഫും കൂടി മിക്സ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്, എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഇപ്പോൾ കൊണ്ടുവരാം. ബീഫും നല്ല ചൂടൻ പഴംപൊരി. നൈസാട്ടോ, ഐ ലൈക്ക് ഇറ്റ്. സംഭവം നൈസ്. വീണ്ടും ഒരു പിടുത്തം കൂടി പിടിക്കാം. നല്ല ബീഫ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ആണല്ലേ? ഇവിടെ 100-400 പഴംപൊരി ഒരു ദിവസം വിൽക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞത്. സംഭവം നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ലോക പ്രശസ്ത ബീഫ്, എവിടെ മജീദ് ഖാൻ്റെ ബീഫ് സംഭവം കണ്ടോ. ആ മധുരവും ആ ഒരു എരിവും നൈസ് കോമ്പിനേഷൻ. ആപ്പിച്ചത് അവിടെ നല്ല വെട്ടുന്നുണ്ട്. സെറ്റല്ലേ? അത് കഴിഞ്ഞപ്പോൾ നല്ല ചൂടൻ പൊറോട്ട പറഞ്ഞു കേട്ടോ. പൊറോട്ടയും ഈ സാധനം ഞാൻ ഇട്ടിട്ടില്ല. ഏതാ നോക്ക്, ഡ്രൈ ഫ്രൈ. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. പൊറോട്ടയും നമ്മളുടെ ബീഫും. നൈസാട്ടോ. പക്ഷേ ആ പഴംപൊരിയും ബീഫുമാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായത്. അല്ലേ? പഴംപൊരിയും ബീഫും പൊള്ളിയാ, നൈസ്. ഈ കോമ്പിനേഷൻ നോക്കട്ടോ. നല്ല കപ്പെടുത്തിട്ട് ഇതിലിങ്ങനെ എടുക്കുക, അതിലിങ്ങനെ ആക്കി എടുത്തിട്ട് ഒരു രസം ബീഫ് എടുക്കുക. നൈസ്. എന്നിട്ട് നൈസാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ മറ്റേ മജീദ് ഖാൻ്റെ മോനാണ് കേട്ടോ അവിടെ ക്യാഷിലും കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്ന. നല്ല അടിപൊളിയാണ് കേട്ടോ, ആൾക്കാരോടൊക്കെ നല്ല പെരുമാറ്റവും സംഭവങ്ങൾ. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞേ, ഇതാണ് നമ്മൾ ബീഫ് അടുത്ത് ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങളൊരു വീഡിയോ എടുത്തോന്ന് പറഞ്ഞാൽ. കിച്ചണൊന്ന് കാണാമല്ലോ. മൂപ്പര് ഫുള്ള് അടിപൊളിയാണ് കേട്ടോ. ഒക്കെ ഗ്യാസിൻ്റെ ഒരു പരിപാടിയില്ല, ഗ്യാസ് അടുപ്പ് എന്ന് പറയുന്ന സാധനമല്ല. ഇതാണ്ടല്ലേ, ഇത് ബീഫ് ഡ്രൈ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അടുത്ത ബീഫ് അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. ഇതാ ഇവിടെ വേറെ ഡ്രൈ ഫ്രൈ ആക്കി വെച്ചതുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതാണ്. ഇതാണ് നമ്മളെ മജീദ് ഖാ, മുത്തുമണി മജീദ് ഖാ. അതാണ് വേൾഡ് ഫേമസ് മജീദ് ഖാ. ഓക്കെ, അതിൻ്റെ തൊട്ടടുത്ത് വിറകൊക്കെ നിങ്ങൾ കണ്ടോ, നമ്മളെ വിറക് ഇട്ടിട്ടാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ബീഫ് ഒരു ഗ്രേവി ടൈപ്പിലുള്ള അടിപൊളിയാണ്. ബോട്ടി ആവുന്നേ ഉള്ളായിരുന്നു, ഞങ്ങൾ ചെന്ന സമയത്ത് ആയിട്ടില്ല. ഉച്ച കഴിഞ്ഞാലാണ് ബോട്ടി ഉണ്ടാവുക എന്നാണ് തോന്നുന്നത്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. ഇതാണ് നമ്മളുടെ KM മെസ് ഹൗസ്, ദ കംപ്ലീറ്റ് ബീഫ് ഷോപ്പ്. ബീഫ്, ബോട്ടി, ഊണ്, പൊറോട്ട, പത്തല്, പഴംപൊരി, കപ്പ, ETC. ചേനാട് 6-ാം മൈലാണ് കേട്ടോ സംഭവമുള്ളത്. ഇതൊക്കെ നമ്മളെ ഹൈവേൻ്റെ പുൽപ്പള്ളി, ബത്തേരിന്ന് പുൽപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് 6-ാം മൈൽ. അപ്പോൾ നല്ല അടിപൊളി ബീഫാട്ടോ. ഞാൻ ബോട്ടി കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ബോട്ടി റെഡി ആവുന്നേ ഉള്ളൂ. ബീഫ് കഴിച്ച് ഡ്രൈ ഫ്രൈ ബീഫുണ്ട്. ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ട്, ഇപ്പോൾ 2 മണി കഴിഞ്ഞിട്ട്. നല്ല അടിപൊളി പഴംപൊരിയും ബീഫും ഒരു രക്ഷയില്ല. നെയ്യപ്പൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നെയ്യപ്പം ഇല്ലായിരുന്നു. നല്ല പഴംപൊരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 പഴംപൊരി ആ ബീഫ് കിട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പോരും കേട്ടോ. 6-ാം മൈൽ സുൽത്താൻ ബത്തേരി നമ്മളെ പുൽപ്പള്ളി റോഡിൽ. സംഭവം ഒരേ പൊളിവായി. അപ്പോൾ കഴിച്ച് ഇങ്ങോട്ടൊക്കെ നല്ല മഴ, നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ അടിപൊളിയായിട്ട്. ഞങ്ങൾ ബീഫും ഡ്രൈ ഫ്രൈയും വാങ്ങി, ആ ഗ്രേവി ഉള്ളൊരു ടൈപ്പ് ഉണ്ടല്ലോ അതും വാങ്ങി, പഴംപൊരിയും വാങ്ങി. വാപ്പച്ചിക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ള വാപ്പച്ചിനോട് ചോദിച്ചു. എന്താ അടിപൊളി, സൂപ്പർ അല്ലേ? ആ പഴംപൊരിയും ബീഫും എങ്ങനെയുണ്ട്? ഒരു 1.5 കപ്പൊക്കെ സെറ്റാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മറ്റേ പത്തല് ഉണ്ടല്ലോ, എന്തായാലും എന്ത് പത്തല, പത്തിരിയോ അങ്ങനെ വട്ടത്തിലുള്ള നെയ്പത്തിരിയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പൊറോട്ടയുണ്ട്, ഉച്ചക്ക് ചോറുണ്ട്. നല്ല അടിപൊളി. ഞങ്ങൾ എൻജോയ് ചെയ്ത് നൈസായിട്ട് നേരെ പോന്നോളിയാ 6-ാം മൈൽ സുൽത്താൻ ബത്തേരി.